ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ രാവിലെ വർക്ക്ഷോപ്പിലോട്ട് പോകാൻ പോവാണ്. ഇന്നലെ നമ്മൾ സസ്പെൻഷനുള്ള ഫ്രണ്ടിലെ ലോവർ ആം ബുഷും കാര്യങ്ങളും എല്ലാം മേടിച്ചു കൊടുത്തായിരുന്നു. വീൽ സിലിണ്ടറും എല്ലാം തന്നെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് നമ്മളത് സെറ്റ് ചെയ്യുവാണ്. അപ്പം രാവിലെ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻട്രോ എടുക്കാൻ വലിയ പാടാണ്. കാരണം അവിടെ സൗണ്ടും കാര്യങ്ങളും കാരണം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഇൻട്രോ എടുത്ത് ഇറങ്ങുവാണ്. ഓക്കെ, അപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഫ്രണ്ട്സ്, ഞാൻ രാവിലെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് ജീപ്പ് എടുത്ത് വെളിയിലോട്ടിടുവാണ്. അതിൻ്റെ പടുത എല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് പോകുക. അപ്പം വെളിയിലോട്ടിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ വെയിലത്ത് ഇട്ടിട്ട് പശ വെച്ച് ഒട്ടിച്ച് നല്ല വലിച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ലപോലെ ടൈറ്റാക്കി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. കട്ട വെയിലത്ത് കിടന്നുള്ള പണിയാണ്, ഒരു രക്ഷയില്ല. ജീപ്പിൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നു. പെയിൻറ്റിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തു. നല്ല വൃത്തിയായിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. PU പെയിൻറ്റ്, കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിൻറ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ പടുതായും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമായി, കാണാൻ നല്ല ലുക്കായി വണ്ടി. ഈ കളർ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. ആ ബ്ലാക്ക് കോമ്പിനേഷനും ഈ ഗ്രീനും കൂടെ നല്ലപോലെ മാച്ച് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഇപ്പോൾ ചേട്ടൻ്റെ വെയിലത്ത് കിടന്നുള്ള കഷ്ടപ്പാട് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. കാരണം ഇത് വെയിലത്തിട്ട് മാത്രമേ ഇത് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അത് പശ തേച്ചിട്ട് വലിച്ച് ആ കമ്പിയിലോട്ട് ഒട്ടിക്കുക. നല്ല വെയിൽ വേണം, എങ്കിൽ മാത്രം അത് ഒട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ചേട്ടൻ്റെ കട കോട്ടയത്ത് കോടിമതത്തിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. ആർക്കെങ്കിലും ജീപ്പിൻ്റെ പടുത ഫിക്സ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി വിളിക്കാം കേട്ടോ. വണ്ടിയുടെ വർക്കൊക്കെ ഏകദേശം തീരാറായി. പടുതായുടെ വർക്കൊക്കെ തീർന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ലുക്കുണ്ട് വണ്ടി. അകത്തുനിന്നാണെങ്കിലും ചുളുവോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വണ്ടി കാണാനാണെങ്കിലും നല്ല രസമാട്ടോ. 2 വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടാണ് പെയിൻ്റ് അടിച്ചിറക്കിയേക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സോർവറും ലോവർ ആം കഴിച്ചു. ലോവർ ആം കൊള്ളത്തില്ല കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല. അപ്പോൾ അത് റീപ്ലേസ് ചെയ്താൽ പറ്റുന്നത്. ഏതായാലും നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഷൂസ്, സിലിണ്ടർ, ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സിലിണ്ടറൊക്കെ തീരെ വീക്കാണ്. ചിലവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ബ്രേക്കിൻ്റെ കാര്യമായതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. ഇപ്പം മനു നമ്മുടെ ഷോക്ക് അബ്സോർവർ പുള്ളർ ഉപയോഗിച്ച് ആ സ്പ്രിങ് ടൈറ്റ് ചെയ്ത് നിർത്തുവാണേ. സ്പ്രിങ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം വേണം അതിൻ്റെ ടോപ്പ് അഴിക്കാനായിട്ട്. ടോപ്പിൽ മൗണ്ട് ബുഷ് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ചെയ്ത് നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ആ ബോൾട്ട് അഴിക്കുമ്പോൾ ഇത് ഊരി തെറിച്ച് പോകും. പിന്നെ ഭയങ്കര പാടാണ് ഫിക്സ് ചെയ്യാനായിട്ട്. തന്നെയല്ല, അത് അപകടമാണ്. അപ്പോൾ ഇങ്ങനെ പുള്ളർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് വേണം ഇത് അഴിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ബുഷ്, മൗണ്ട് ബുഷ്. അത് ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ആ ഇളക്കമൊക്കെ മാറും അത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഇളകി കിടക്കുന്നത് നല്ലപോലെ ഇളക്കമുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ ഷോക്കിനൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഷോക്ക് അബ്സോർവറാണ് കിടക്കുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് മനു ചെക്ക് ചെയ്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ ബുഷുകൾ മാത്രമേ മാറേണ്ട വന്നുള്ളൂ.
ഇപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സോറിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഷോക്ക് അബ്സോർ അഴിക്കണം. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പിടിപ്പിക്കത്തില്ല, അടുത്ത ദിവസത്തെ. കാരണം ഇന്ന് ഒത്തിരി വണ്ടി അവിടെ പെൻഡിങ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് നമ്മുടെ പണി തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ ചെയ്യാനായിട്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ പാസ്സാക്കണേ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കൂടുതൽ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. ഓക്കെ.